മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നത് ജിഹാദികളാണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്തൊരു വിഷയമാണ്. അതിന്റെ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ വന്നിരിക്കുന്നു, വി രാജേഷ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത നന്മകളെ കുറിച്ച് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. എന്നാൽ അതില് ചില പോസ്റ്റുകൾക്ക് നേരെ ജിഹാദികൾ ഉറഞ്ഞുതുള്ളുക, ചില പ്രത്യേക പോസ്റ്റുകൾക്ക് നേരെ ഉറഞ്ഞുതുള്ളി ജിഹാദികൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ ആരെങ്കിലും വി രാജേഷ് ചെയ്ത നന്മയെ കുറിച്ച് പറഞ്ഞാൽ അവർക്കെതിരെ വലിയ കുരക്കല ഇവിടെ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം വെക്കാം മുന്നോട്ട്. റിപ്പോർട്ടർ ചാനലിലെ ഒരു ആദിൽ പാലോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു. റിപ്പോർട്ടർ ഓഫീസിന്റെ ഒരു മതിൽ അകലത്തിലാണ് BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ്. അക്കാലത്ത് വി രാജേഷ് ആണ് ജില്ലാ പ്രസിഡന്റ്. കാണുമ്പോഴൊക്കെയും സ്നേഹമാണ്. എത്ര വൈകുന്നേരം ഒരുമിച്ച് ചായ കുടിച്ചു. BJP കോർപ്പറേഷൻ പിടിക്കുമെന്ന് അണ്ണൻ സ്വപ്നം പറയുമ്പോഴൊക്കെയും നടക്കുമോ എന്ന് തിരിച്ച് ചോദിക്കും. എന്താണ് സാധ്യതയെന്ന് അണ്ണൻ വിശദീകരിക്കും. ഓരോ തവണയും ഓരോ സാധ്യതകൾ. രാഷ്ട്രീയക്കാരനും മാധ്യമ പ്രവർത്തകനും ഉപരിയായ സൗഹൃദം. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വിളിച്ചു. എത്ര കഷ്ടപ്പെട്ട് നേടിയ വിജയമെന്ന് നിയുക്ത മേയർ ആവേശപ്പെട്ടു. മേയർ കാറൊക്കെ ആകുമ്പോ നമ്മളെ മറക്കുമോ അണ്ണാ? പോടെ വരുമ്പോ വിളിക്ക്, കാണാം. പരമത വിദ്വേഷം ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് രാജേഷ് അണ്ണന്. തിരുവനന്തപുരത്തിന്റെ പുതിയ നഗരപിതാവിന് ആശംസകൾ. ഈ ഒരു പോസ്റ്റിന് നേരെ വലിയ രീതിയിൽ ജിഹാദികൾ കുരച്ച് ചാടിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി വി രാജേഷിനെ കുറിച്ച് നന്മ പറയരുത് എന്ന് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ തിട്ടൂരുണ്ട് ജിഹാദികളുടെ. എന്നെ പോലും ഒരുപാട് ആളുകളൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം അല്ലേ, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുക. അല്ല, മുസ്ലിമിന് സത്യം പറയരുത് എന്നാണോ ഈ ജിഹാദികൾ കരുതി വെക്കുന്നത്? ഞാൻ നമ്മുടെ ചാനലിലൂടെ നിരന്തരം പറയുന്നതാണ്, നമ്മുടെ രാജ്യം ഭാരതീയ ജനതാ പാർട്ടിയും RSSും അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സകല മുസ്ലിങ്ങളും സകല മതത്തിൽപ്പെട്ട ആളുകളും സമാധാനത്തിലും ഐക്യത്തിലും സുരക്ഷയിലും സൗകര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത് എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്കോ, സിറിയ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാന്, സിറിയ, അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, ഇത്തരം രാജ്യങ്ങളിലേക്കൊന്ന് നോക്കൂ. എന്തിനേറെ പറയുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്ന് നോക്കണം. അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഒരു അഭിപ്രായ വ്യത്യാസം, ഞാൻ മോദിക്കെതിരെ പറയുന്നത് പോലെയല്ല, ഒരു അഭിപ്രായ വ്യത്യാസം അവരുടെ രാജ്യത്ത് നിന്ന് അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലുമില്ല. എന്നാൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം എന്ന് പറയുന്നത്, RSS അടക്കി ഭരിക്കുന്ന ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ ഏത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാം. ഇവിടെ ലോകത്ത് മറ്റെല്ലാ രാജ്യത്തുള്ള മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങളിലും സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലും ഇവിടെ മുസ്ലിങ്ങൾ പോകുന്നുണ്ട്, ഇവിടെ ക്രിസ്ത്യാനി പോകുന്നുണ്ട്, ഇവിടെ സിഖുകാർ പോകുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ മതങ്ങളെയും നമ്മുടെ പ്രധാനമന്ത്രി ഒരേപോലെ കണ്ട മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ രാജ്യത്തെ മൈക്രോ അതായത് വളരെ ചെറിയ ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടതാണ് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത്. ആ മതത്തെ പോലും പ്രധാനമന്ത്രി നേരിട്ട് പള്ളിയിലേക്ക് എത്തിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. ഇത്രയും സുന്ദരമായ ഒരു രാജ്യത്ത് ഒരു മുസ്ലിം നരേന്ദ്രമോദി അതേപോലെ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ നന്മ പറയാനേ പാടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ല, ആദിൽ പാലോട് ചെയ്ത പോസ്റ്റിന് എന്തൊക്കെ തെറിവിളികളാണെന്നോ. ഞാൻ ഉദാഹരണം കുറച്ചൊന്ന് മുന്നോട്ട് വെക്കാം. ഒരു 3-4 കമന്റ് ഒന്ന് ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കാം. ആദ്യത്തെ കമന്റ് മുഹമ്മദ് അലി കിനാലൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാള് വലിയ കാന്തപുരം വിഭാഗത്തിന്റെ നേതാവൊക്കെയാണ്. AP അബൂബക്കർ മുസല്യാരുടെ കാന്തപുരം വിഭാഗത്തിന്റെ വലിയ നേതാവാ എന്ന് എഴുതി വെച്ചത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. RSSന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അല്ലേ രാജേഷും പിന്തുടരുന്നത്? അല്ലെങ്കിൽ അണ്ണന് മാത്രമായി വേറെ ഉണ്ടോ? RSS എന്നും എവിടെയും RSS മാത്രമായിരിക്കും. വെളുപ്പിച്ചോ തുടപ്പിച്ചോ അതിന്റെ ഹിംസ മറച്ചു പിടിക്കാൻ കഴിയില്ല. ആർക്കെതിരെയാ പറയുന്നത്? ആദിൽ പാലോട് വി രാജേഷ് എന്ന ആ നന്മയുള്ള മനുഷ്യനെ കുറിച്ച്
അദ്ദേഹം, അതായത് ആദിൽ പാലോട് തിരിച്ചറിഞ്ഞ നന്മ മുന്നോട്ട് വെച്ചപ്പോഴേക്ക് കുരുപൊട്ടി വരും RSS. അങ്ങനെ ഈ RSS ഭരിക്കുന്ന രാജ്യത്ത് RSSനെതിരെ പോലും ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നതല്ലേ ഈ രാജ്യത്തെ സുന്ദരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എന്നിട്ടും ഉളുപ്പില്ലാതെ RSS ഭരിക്കുന്നിടത്ത് RSSനെതിരെ പറഞ്ഞിട്ട് RSS എന്തോ ചെയ്യുന്നു. ഇവരൊക്കെ സുഖകരമായിട്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വന്നാലും ഇവിടുത്തെ ഭരണാധികാരികൾ അങ്ങനെ ഉളുപ്പില്ലേ. നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന പലസ്തീനിലേക്കും ഗാസയിലേക്കും ഒന്ന് ഇടയ്ക്ക് നോക്കണം. അത് അവിടുത്തെ മതം നോക്കാനല്ല, അവിടുത്തെ ആളുകൾ എന്തനുഭവിക്കുന്നു. അതേസമയം RSS ഭരിക്കുന്ന ഭാരതത്തിൽ നിങ്ങളൊക്കെ എത്ര സുന്ദരമായിട്ട് ജീവിക്കുന്നു. ആ ഒരു ഒറ്റ ചിന്ത പോരെ ഇവിടെയുള്ള നരേന്ദ്രമോദിയും RSS ഒക്കെ എത്രത്തോളം മഹത്തായ സംവിധാനമാണ്, എത്രത്തോളം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ. അടുത്ത കമന്റ്, ഷാഫി ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കക്കൂസ് മാലിന്യത്തിൽ നല്ലതും ചീത്തയും തിരയുന്നത് പോലെയാണ് സംഘികളിൽ നല്ലതും ചീത്തയും തിരയുന്നത്. എന്തൊരു നെറികേടാണ്. ഇവരൊക്കെ ഈ തൊപ്പിയും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇതൊക്കെ ഇത്തരം ജിഹാദികളാണ് മുസ്ലിങ്ങൾക്ക് പോലും അപമാനം. പറയിപ്പിക്കുകയാണ് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നത് ഇത്തരം ജിഹാദികളാ. ഈ രാജ്യത്തെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മേയർ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മുസ്ലിമായ വ്യക്തി അദ്ദേഹത്തിന്റെ നന്മ പറഞ്ഞതിന് കക്കൂസ് മാലിന്യം എന്നൊക്കെ പറയാൻ ഇവരൊക്കെ എന്താണ് ഇവിടെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു വരുന്നത്? ഇത്തരം ആളുകളൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. അടുത്ത കമന്റാണ്, ഒരു മുഹമ്മദ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏതോ പ്രാസംഗികരൊക്കെയാണ്, മതമൊക്കെയായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു പ്രൊഫൈലാണ്. ഞാനൊന്ന് വായിച്ചപ്പി. മുമ്പ് വാജ്പേയിയെ കുറിച്ച് ഇതേപോലെ കുറെ സുഖിപ്പിക്കൽ എഴുത്തുകൾ കാണാറുണ്ട്. സംഘത്തിലെ സൗമ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തിയവർ അയാളുടെ രഥയാത്ര കാലത്തെ സംസാരങ്ങൾ കേൾക്കാത്തതാണോ ആവോ? ബേസിക്കലി എത്ര നല്ല വ്യക്തിത്വമായാലും സംഘപരിവാർ ആശയം പേറുന്നുണ്ടെങ്കിൽ അർത്ഥമില്ലാത്തത് പോലെയാണ്. ഈ സിറാജുദ്ദീനൊക്കെ എന്ത് നെറികേടാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട മഹാനായ മനുഷ്യന്റെ, നമ്മുടെ രാജ്യം അംഗീകരിച്ച, ലോകം അംഗീകരിച്ച ഒരു നേതാവിന്റെ പേരൊക്കെ ഉച്ചരിക്കാൻ ഇവനൊക്കെ ഈ സിറാജുദ്ദീനൊക്കെ എന്ത് അർഹതയാണുള്ളത്? ഇത്തരം നെറികെട്ടവന്മാരാണ് നമ്മുടെ പൊതുസമൂഹത്തിലെ അപകടം. ഇത്തരം നെറികെട്ടവന്മാർ നമ്മുടെ പൊതുസമൂഹത്തിൽ പച്ചവർഗീയതയാണ് ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ അങ്ങ് അപമാനിക്കാൻ, തോന്നിയതുപോലെ പറയാൻ ഇവരൊക്കെ ആരാണ്? അദ്ദേഹത്തിന്റെ ആ പേരൊന്ന് ഉച്ചരിക്കാൻ പോലും ഇവരൊക്കെ എന്ത് അർഹതയാണ് ഉള്ളത്? ഇത്തരം ആളുകളൊക്കെ പ്രൊഫൈലിൽ നമ്മൾ കയറി നോക്കൂ. ഒക്കെ ഗാസയും പലസ്തീനും ഈ പറയുന്ന ആളുകളെ ആയിരിക്കും പിന്തുണയ്ക്കുക. അല്ലെ, ബംഗ്ലാദേശിലെ ജനാധിപത്യം, ഷെയ്ഖ് ഹസീനയെ ഓടിച്ച സമയത്ത് ജനാധിപത്യം എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളാ. ഇത്തരം ആളുകളോടൊക്കെ പറയാൻ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലെ അവസ്ഥ എന്താ? അതേസമയം നിങ്ങളൊക്കെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എത്ര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. അതൊന്നും വെറുതെ അല്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാ നമ്മളൊക്കെ സമാധാനത്തിൽ, ഇത്ര സുന്ദരമായിട്ട്, ഇത്ര സൗകര്യത്തില്, ഇത്ര സുരക്ഷയില് ഈ ഭാരതത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ഗാസയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചുകൂടെ? അവിടെയുള്ള ആളുകൾ എന്തൊരു ദുരിതത്തിലാണ്. അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എത്ര സുരക്ഷയിലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അതിനവരോടൊരു നന്ദി പറഞ്ഞില്ലെങ്കിലും ഇത്തരം നെറികേടെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നു കൂടി. എന്തൊരു നെറികേടാണ് ഇത്തരം ജിഹാദികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത്, ഇത്തരം ജിഹാദികളാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഒരു മേയറെ, BJP മേയർ വന്നാൽ അഭിനന്ദിക്കരുത് എന്നൊക്കെ പറയുന്ന ജിഹാദി തിട്ടൂരമൊക്കെ ആറ്റിലേക്ക് അങ്ങ് എറിയുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ഒരു ജിഹാദിക്കും ഒരിക്കലും വേണ്ട. കേരളം അധികം വൈകാതെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പിടിക്കും. അന്ന് ജിഹാദികളുടെയൊക്കെ അവസാനമായിരിക്കും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട.